നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പാമ്പിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സർപ്പക്കാവിൽ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന നമ്മുടെ സ്വന്തം സർപ്പക്കാവാണ്, മാംഗോ മെഡോസിൻ്റെ സ്വന്തം കാവ്. അപ്പോൾ അവിടെ പറയാൻ കാരണം എന്ന് പറയുന്നത്, പണ്ടൊക്കെ നമ്മൾ സ്വപ്നം കാണുക, അല്ലെങ്കിൽ പാമ്പിനെ സ്വപ്നം കണ്ടു രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, അതേപോലെ വഴിയിൽ പാമ്പിനെ കണ്ടു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ നമുക്ക് ചില ദുശ്ശകുനങ്ങളാണ്, അത് നമുക്ക് എന്തെങ്കിലും ചീത്ത വരാനാണ്. പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ വഴിപാട് നേർന്നിട്ടുണ്ട്, അത് നടക്കാത്തതുകൊണ്ടാണെന്നൊക്കെ നമ്മുടെ വീട്ടിലുള്ള കാരണവന്മാർ നമ്മളോട് പറയാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. എൻ്റെയൊക്കെ ഒരു ചിന്താഗതി വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ന്യൂജനല്ല, എന്നാൽ കുറേ വിശ്വാസങ്ങൾ നമുക്കുണ്ട്. കാരണം സർപ്പത്തിനെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാലൊക്കെ ഞാനൊക്കെ കുഞ്ഞുനാളിലൊക്കെ ചിന്തിക്കുമായിരുന്നു, അയ്യോ എന്തെങ്കിലും വഴിപാട് കിടപ്പുണ്ടോ ഒക്കെ ചെയ്യാതെ അങ്ങനെ. കാരണം നമുക്ക് തലമുറകളായിട്ട് പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രം പുരോഗമിച്ചതനുസരിച്ചിട്ട് പാമ്പുകളെയൊക്കെ നോർമലി നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം, നാട്ടിൽ നമ്മുടെ ലോകത്തിൽ തന്നെ എത്ര വെറൈറ്റി പാമ്പുകളുണ്ടല്ലേ. ചെറിയ പാമ്പുകൾ തൊട്ട് ഭയങ്കര ഉഗ്രവിഷമുള്ള പല പാമ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ സർപ്പത്തിനെയൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ വിശ്വാസങ്ങളും പലതരത്തിലാണ്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ വിശ്വാസങ്ങളുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് പറഞ്ഞു തരിക കേട്ടോ. കാരണം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അല്ലെ അവരുടെ ഓരോ നാടുകളിലും ഓരോ വ്യത്യസ്ത രീതിയിലായിരിക്കുമല്ലോ പറയുക. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ.